പൊടിമോള് പറക്കിയിട്ടുണ്ട് വയമ്പിട്ടാ. അപ്പൊ വയമ്പ് നമ്മള് വീശി. ഞായറാഴ്ച ആയിട്ട് ഞാനും എൻ്റെ അച്ഛനും മീൻ പിടിക്കാൻ പോവാട്ടാ. അപ്പൊ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോവാട്ടാ. അച്ഛൻ്റെ ഇവിടെ വല റെഡിയാക്കി എടുക്കാട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു മീൻപിടുത്തം കേട്ടോ. മീൻപിടുത്തം എന്ന് വെച്ചാൽ വല ഒരാള് തന്നുണ്ട്. വല വീശാനൊന്നും അറിയില്ല. നേരത്തെ വീഡിയോയില് പറഞ്ഞ പോലെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വല കൂട്ടുകാരൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള രാജേഷ് ഏട്ടൻ എന്ന് പറയും. രാജേഷ് ഏട്ടൻ തന്ന വലിയാണ്. വല വീശാനൊന്നും അറിയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ കുറച്ച് മീനൊക്കെ കിട്ടാറുണ്ട്. ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നിന്നിട്ടാ. അപ്പൊ മീൻ കിട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുള്ളൂ. പിന്നെ വീശണത് നമ്മൾ കാണിക്കില്ലാത്ത കാരണം വീശ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടാ. അപ്പൊ നമുക്ക് മീൻ പിടിക്കാൻ പോവാം. അപ്പൊ മീൻ പിടിക്കാൻ പോണതിന്റെ തൊട്ടാണ് നമുക്ക് മഞ്ജു ചേച്ചിയുടെ വീട് കിട്ടാം. നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ മഞ്ജു ചേച്ചിയുടെ വീട്. അപ്പൊ പറ്റിഞ്ഞ നിങ്ങൾ അതും കൂടി ഒന്ന് കാണിക്കാട്ടാ. മഞ്ജു ചേച്ചി അവിടെ ഉണ്ടോ നോക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടാ. അല്ല മീനല്ലേ, താറാവുണ്ട് നിറച്ചൂടെ. എന്തോരം താറാവല്ലേ. അപ്പൊ നിങ്ങക്ക് കൊറേ താറാവിനെ കണ്ട. പീടിയ ചായപ്പീടി ഇനി ഇവിടെ ഇല്ല ചേട്ടാ. അങ്ങോട്ട് പോണത് നല്ലത്. പുള്ള് ഈ പണ്ട് അങ്ങോട്ട് പോയാൽ മതി. അവിടെ അതറിയില്ല, അവിടെ ഉണ്ടാവും. ഇപ്പൊ കണ്ട കുറെ താറാവുകള് ഫുഡ് കഴിക്കാനാ. നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയല്ലേ. ഇത്രയധികം താറാവുകള് പോണല്ലോ. അപ്പൊ എത്ര താറാവ് ഉണ്ടാവും പിടിയാ? എത്ര താറാവ് ഉണ്ടാവും പിടിയാ? ചേട്ടാ എന്തോരുണ്ട്? 10,000. 10,000 താറാവുണ്ട്. ഇത് കുമ്പോ എത്ര ദിവസം പിടിക്കും നമ്മൾ കൂട്ടാൻ വെച്ച് തിന്നാണെങ്കിൽ? പൊടിയാ ഇത് കൂട്ടാൻ വയ്ക്കുകയാണെങ്കിൽ എത്ര ദിവസം പിടിക്കും കഴിയാൻ? നമ്മള് മീൻ പിടിക്കാൻ വന്നപ്പോ കണ്ടാട്ടാ. നല്ല രസമുള്ള കാഴ്ച. പൊടിമോള ആദ്യമായിട്ട് കണ്ട. പൊടിമോള ആദ്യമായിട്ടില്ല കണ്ട എത്ര താറാവിനെ ആണോ? പോവാ നമുക്ക്. അപ്പം നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ എവിടെ എത്തി? നമ്മൾ അന്തിക്കാട് പടവിൻ്റെ അവിടെ എത്തിയിട്ട്. അന്തിക്കാട് പടവ് എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് ഇവിടെ കാണണ്ട. അതാണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീടിൻ്റെ സ്ഥലം. പിന്നെ ഇങ്ങോട്ട് പോയി പെരിങ്ങോട്ട് രാവണയങ്കാട് തൃപ്രയാർ ആ ഭാഗത്തേക്ക് ആവട്ടെ. ഒരു ചെറിയ പാലുണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരണം. ഇതാ കണ്ട താറാവുകളൊക്കെ അതേ അതിലങ്ങോട്ട് കയറി പോകണ്ടിട്ടാ. കണ്ട എന്തോരം താറാവുകളാ അല്ലേ. കുമ്പ് എന്തോരം താറാവല്ലേ. എന്താന്നറിയില്ല. നമുക്ക് ആദ്യമായിട്ട് കോലാൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കോലാനും നോക്കിയേക്കാം. അച്ഛൻ എടുക്കട്ടെ. ഏതോ കഷ്ടകാലം നേരത്തെ ഉറങ്ങായിരുന്നു തോന്നുന്നുണ്ട്. കോലാൻ കിട്ടി. വീഡിയോ യൂട്യൂബിലിടാൻ. അതന്നെ ഞാനും ചോദിച്ചു. യൂട്യൂബില് ലൈവ് ഇടണമെന്ന് ചോദിച്ചു. അച്ഛന്മാരെ ഇടുന്നത് ലൈവ് ഇടാനല്ല, വീഡിയോ പല അതല്ല യൂട്യൂബറായില്ലേ. വീഡിയോ എടുത്ത യൂട്യൂബിലിട്ട യൂട്യൂബറായില്ലേ. കണ്ടോ മീൻ കണ്ടു നിങ്ങൾ? വലിയ കോലാൻ കിട്ടോ അവിടെ. നമുക്ക് വലിയ കോലാൻ കിട്ടിയില്ല. വലിയ കോലാൻ ചില മുഖം കാണാനില്ലല്ലോ. കുഴപ്പമില്ല. എനിക്ക് കോലാൻ പിടിക്കാൻ അറിയാട്ടെ. കുഞ്ഞു കോലാൻ. നമുക്ക് ആദ്യത്തെ വീശലല്ല എറിയൽ. കോലാൻ കണ്ടു. കണ്ടാച്ചൻ്റെ കയ്യിൽ കോലാൻ. ആ വലുതിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തേ. കണ്ട വലിയ കോലാനെ കിട്ടി ഞങ്ങൾക്ക്. അപ്പം നമുക്ക് മീൻ കിട്ടിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല. പാകം കുറെ കഷ്ടപ്പെട്ട മീൻ ഇതാണ് വയമ്പിട്ട. നമ്മുടെ വയമ്പെന്നാ പറയാ. കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വീശി പഠിക്കുക. സഞ്ചിയ പൊടിയാ. അപ്പൊ നമ്മുടെ പൊടിമോൾ പറക്കിയിടുന്നതായിരിക്കും. പറക്കിയിട്ട്
പൊടിമോള് ഇതേ പറക്കിയിട്ടുണ്ട് കേട്ടാ. വയമ്പ് കേട്ടാ. അപ്പോൾ വയമ്പ് നമ്മൾ വീശി പഠിക്കാൻ വന്ന കുഴപ്പമില്ല. ഇത് കണ്ട വയമ്പ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇതിപ്പോൾ നമ്മുടെ ചേറ്റുപുഴ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ ചേറ്റുപുഴ പാലം ഇവിടെയേ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുക പെട്ടിക്കുഴി കണ്ട, പെട്ടിക്കുഴി എന്ന് പറയും ഇതിനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മീൻ കിടക്കുന്നുണ്ട് കണ്ട, കുറച്ച് മീൻ ഉണ്ട്. അപ്പോൾ ഇതിലിറങ്ങി ഒന്ന് ആട്ടി ആ വലയുടെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കരിപ്പിടി ബ്രാലൊക്കെ ഉണ്ട്, കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ നോക്കാം. ആ പിടി കല്ലിൻ്റെ ഉള്ളിൽ കുറച്ച് കയറിയിട്ട് നോക്കി നോക്കാം. കല്ലിൻ്റെ ഉള്ളിൽ പിടിക്കാം. പിടിക്കാനും വേണ്ടിട്ട് അച്ഛൻ പിടിച്ചു. വല പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം മീൻ കിട്ടോ കിട്ടില്ലെന്ന് തമ്പുരാനറിയാം. ബാഗ് എടുക്ക്. കയറിയിട്ടില്ലെന്നാണ് അച്ഛൻ പറയണത് കേട്ടാ. കുഞ്ഞു മീനുകളുണ്ട്, കുറച്ച് തുണ്ട് കയറിയിട്ടുണ്ട് കേട്ടാ. ഈ പരല അങ്ങനത്തെ ഒക്കെ ചെറുതായി കയറിയിട്ടുണ്ട്. കരിപ്പിടി അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട്, ചെറിയത്. അതില് വിചാരിച്ച പോലെ മീൻ കയറിയില്ല. പിന്നാളെ ഇങ്ങനെ മീൻ പിടിച്ച് നമ്മൾ അന്ന് എടാ എന്തൊക്കെ കിട്ടിയിട്ടുള്ള പരലുണ്ട് ഇത്തിരി. വയമ്പല്ല പരല് പിന്നെ എന്തൊക്കെ കരിപ്പിടി എവിടെ കരിപ്പിടി? കരിപ്പിടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിപ്പിടിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച്. അപ്പം ഇനി ഇത് കെട്ടി അങ്ങനെ തന്നെ ഇടാം. നമ്മുടെ സുഹൃത്താണ് ഇതിൻ്റെ കാവക്കാരെ. ഇതിപ്പോൾ മീൻപിടുത്തൽ ആലമലിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ പിടിക്കുന്നതാട്ടാ. അപ്പത്തേക്ക് കുറച്ചൊരു ചാടാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അടുത്ത നമുക്ക് എടുക്കാം. അതിനൊക്കെ വലുതിട്ടാ. ഇത് അത്യാവശ്യം കറി വയ്ക്കാനുള്ളതായി. പിടിയേ കണ്ട. ഇത് എന്താ പരല് അങ്ങനെയാണെന്ന് തോന്നുന്നു, പരലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേര്. എന്നാലും ഒക്കെ കൂടി ഒരു കറിക്കുള്ള മീനായിട്ട് 100-300 കിലോ മീൻ കിട്ടി. അന്ന് നമ്മളിങ്ങനെ മീൻ പിടിച്ചാട്ടാ. അപ്പോൾ കുറേ പേര് വിചാരിച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ കണ്ട പരല്. അപ്പോൾ ഇതുള്ള ഇന്നത്തെ മീൻ പിടുത്തത്തിന് കേട്ടാ. അപ്പോൾ ലാസ്റ്റ് വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തായാലും മീൻ കിട്ടിയെന്ന് കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. നമുക്ക് കിട്ടിയ മീനാണ് വയമ്പ് കേട്ടാ. വയമ്പ് മറ്റേ മീൻ പീര വയ്ക്കാണ് വയമ്പ്, പിന്നെ കുറച്ച് കോലാൻ. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും പറയണേ, നമുക്ക് വല വീശാൻ അറിയില്ല, വല എറിയാൻ പോയതാണ്. അപ്പോൾ എന്തോ കഷ്ടകാലം നേരത്ത് പോകണ്ടായിരുന്ന മീൻ നമുക്ക് കിട്ടിയതേ. ഡെങ്കുതേ പെട്ട തുടങ്ങി. ഡെങ്കുട്ടാ ഡെങ്കു കായൽ മീൻ തിന്നാത്താണ്. ഇത് കേട്ടാ പുല്ലും തിന്നുന്നു പറഞ്ഞ സ്ഥിതി. അപ്പോൾ തീറ്റ മേടിച്ചു കൊടുക്കാത്ത തന്നെ അപ്പോൾ കായൽ മീനല്ല എന്ത് കിട്ടിയാലും തക്കാളി ചമ്മന്തി വരെ കൂട്ടി ചോറിനണ ഗതികേടപ്പോൾ. അപ്പോൾ പൊടി മോളെ ഇതാണ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ മീൻ പിടുത്തട്ടാ. വീശാറിയില്ല, ഞങ്ങൾ വീശി പഠിക്കും. ഇപ്പം ഞങ്ങൾ പോയിട്ട് ഇത് ഇത്ര കിട്ടി ഞങ്ങൾക്ക്. അപ്പം നമ്മൾ ഒന്നും സാധിക്കാത്ത കാര്യങ്ങളില്ല എന്ന് മനസ്സിലായി. ഒരു ആത്മാർത്ഥമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുക. അപ്പോൾ പൊന്നൂസ് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോകണം, കത്തിമെട്ടത്തേക്ക് എടുത്തിട്ട്. അപ്പോൾ അതെ ഇത് നമ്മുടെ ചിന്നിപ്പെണ്ണ്, പേര് പറഞ്ഞ ശ്രദ്ധ. ഇത് ചിന്നിപ്പെണ്ണിൻ്റെ ചേച്ചി മിന്നുമുള്ള്. ഒരാളും കൂടി ഉണ്ട്. ആൾക്ക് 6 മാസമായിട്ടുള്ള. അപ്പോൾ പൊടിമോളുടെ കൂട്ടുകാരാണ്, പൊന്നൂസിൻ്റെ മാമൻ്റെ മോൻ്റെ മക്കളാണ്. അപ്പോൾ ചെറിയൊരു മീൻപിടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും. അപ്പം ഈ മീൻപിടുത്തത്തിൽ ഞങ്ങൾ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ മറക്കല്ലേ. പിന്നെ എല്ലാവർക്കും ശുഭദിനം.